ഹലോ ഗൈസ്, നമുക്കിന്ന് മാഗി ആണ് ട്ടോ. മാഗിയുടെ വലിയ പാക്കറ്റാണ് മേടിച്ചേക്കണത്. അത് മേടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ബൈക്ക് ഞാൻ കാണുന്നത്. ഇത് എന്തെങ്കിലും കഴുകണം, കുറേ നാളായി കഴുകിയിട്ട്. അങ്ങനെ നമ്മൾ പാത്രം എടുത്ത് മാഗി കുക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ പഴയ മീൻകറി ഉണ്ടായിരുന്നു, അത് കഴുകി വെച്ച് ആ വലിയ പാക്കറ്റ് മൊത്തം ഞാൻ ഒറ്റയ്ക്ക് തിന്നാനുള്ള പരിപാടിയാണ്. കാരണം ഇന്ന് അത്ര എനർജി വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഇന്ന് സോളാർ വയ്ക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ഓൾ ഇൻ ഓൾ ആയിട്ട് അവിടെ നിൽക്കണം. അപ്പോൾ നമ്മൾ മാഗിയൊക്കെ കഴിച്ച് നേരെ തമിഴ് പാട്ടൊക്കെ വെച്ച് നമ്മൾ ജില്ലായിട്ട് അവൻ്റെ വീട്ടിൽ പോയി. നമ്മൾ ലേറ്റ് ആയിട്ടാണ് കേസ്. അവിടെ ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞ്. ഞാൻ പോയിട്ട് അവിടെ ഹെൽപ്പ് ചെയ്യണ പോലെ എല്ലാം ഇങ്ങനെ വെറുതെ പിടിച്ചൊക്കെ കൊടുത്ത് ഞാൻ ചെന്നാൽ മതി, അപ്പം തന്നെ പണി നടക്കും. ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ പടപടയുന്ന എല്ലാ പണിയും നടക്കുന്നുണ്ട്. ഞാൻ കൂട്ടുകാരനെ കൊണ്ട് പാനൽ പൊക്കിച്ചിട്ട്, അതുകൊണ്ടാണ് അവനിങ്ങനെ തളർന്നിരിക്കണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, നമ്മുടെ പണി ചെയ്യാൻ വേറൊരുത്തിൻ്റെയും സഹായം വേണ്ടാന്ന്. കൂടി കാലിട്ട് എണീറ്റ് നിന്ന് വണ്ടി തള്ളണം. വണ്ടി തള്ളാൻ വേറൊരു തന്റെ സഹായം വേണ്ട. അങ്ങനെ നമ്മൾ പാനൽ ലോഡ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. 3 കിലോവാട്ടിന്റെ പ്ലാന്റ് ആണ് ഇവന്റെ വീട്ടിൽ ചെയ്യണം. അങ്ങനെ വീട്ടിൽ ചെന്നപ്പോഴത്തെ അടുത്ത മീൻകറി. ഇന്ന് ഫുഡ് കഴിച്ച് മരിക്കും. അങ്ങനെ നമ്മൾ വൈകുന്നേരം ഇപ്പൊ ഗിദിയോന്റെ വീട്ടിൽ പോയി. ഗിദിയോൻ അല്ല കേട്ടോ, ഡിയോൺ. ഇവനെ ഡിയോൺ എന്ന് വിളിക്കണമെന്ന് അവൻ പറഞ്ഞേക്കണം. ഇന്ന് നമ്മുടെ പള്ളിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെ ഡിയോണായിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത്. അവിടെ ചെന്നപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും. അങ്ങനെ കുറച്ചു നേരം പള്ളിയിലൊക്കെ കറങ്ങിയിട്ട് നേരെ നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോയത്. അവനൊന്നും ആയില്ലെന്നാണ്ടാ പറഞ്ഞത് ആ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിച്ചിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഐസ്ക്രീം കഴിക്കാൻ പോണത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചിക്കു ഷേക്കും പിന്നെ പൈനാപ്പിൾ ജ്യൂസും പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വേണ്ട വാങ്ങിച്ചാൽ. അങ്ങനെ അതും കുടിച്ചുകൊണ്ട് നമ്മൾ കുറേ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം നമ്മൾ ഐലൻഡിലേക്ക് പോയിട്ടാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ കുറച്ചു നേരം പീസ് അടിച്ചിരുന്നിട്ട് വീട്ടിൽ പോയി. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ബൈ.